ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആക്രമണം തുടർന്ന് ഇറാൻ. കുവൈത്തിലെ വൈദ്യുതി ജലശുദ്ധീകരണ കേന്ദ്രത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശി കൊല്ലപ്പെട്ടു. US മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ മിക്കവയും ഇറാൻ അംഗീകരിച്ചുവെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത്. ഒരു മാസങ്ങൾക്ക് ശേഷവും ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ ആക്രമണം തുടരുകയാണ് ഇറാൻ. കുവൈത്തിനെ ലക്ഷ്യമിട്ട് ഇന്നും തുടർച്ചയായ ആക്രമണമുണ്ടായി. വൈദ്യുതി ജലശുദ്ധീകരണ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ തമിഴ്നാട് കൊളത്തൂർ സ്വദേശിയായ സന്താന ശെൽവത്തിന് ജീവൻ നഷ്ടമായി. UAE ലക്ഷ്യമാക്കിയും ഇന്ന് ഇറാൻ ഡ്രോണുകൾ അയച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുലർച്ചെ കേട്ട ഉഗ്രശബ്ദം ഡ്രോണുകൾ തകർത്തത് മൂലമുണ്ടായതാണെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലകളിൽ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ബഹ്റൈനിൽ പുലർച്ചെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി രാജ്യത്ത് കടൽമാർഗമുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. അതേസമയം US മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളിൽ മിക്കവയും ഇറാൻ അംഗീകരിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഇറാനുമായി വളരെ നല്ല കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടെന്നും പ്രധാന വിഷയങ്ങളിൽ അർത്ഥവത്തായ പുരോഗതിയുണ്ടെന്നും പ്രതിബദ്ധതയുടെ സൂചനയായി ഇറാൻ വലിയ അളവിൽ എണ്ണ നൽകിയെന്നുമാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. സംവാദവും നയതന്ത്രവും മാത്രമാണ് യുദ്ധപ്രതിസന്ധിക്ക് പരിഹാരമെന്ന് സൗദി, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത ഉന്നതതല യോഗം വിലയിരുത്തി. ഇസ്ലാമാബാദിൽ US ഇറാൻ ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയും പാകിസ്ഥാൻ പങ്കുവച്ചു. റിപ്പോർട്ടർ, മിഡിൽ ഈസ്റ്റ്.